ദുരന്തർ 2 ദ റിവഞ്ച് പ്രൊപ്പഗണ്ട ചലച്ചിത്രം എന്ന പേര് കേട്ട് വളരെ വലിയ വിജയം നേടിയ ഏറ്റവും പുതിയ ചലച്ചിത്രം സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസായിട്ടുണ്ട്. 4 മണിക്കൂറോളം ദൈർഘ്യമുള്ള ഈ സിനിമ കാണാൻ താല്പര്യമുള്ളവർ അവിടെ നിന്ന് തന്നെ ഇത് കാണുമല്ലോ. നമുക്ക് ആ ചലച്ചിത്രത്തിന്റെ കഥ ചുരുക്കത്തിൽ ഒന്ന് കേൾക്കാം. കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഴിയുമെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യൂ. കഥയുടെ ആരംഭത്തിൽ ഹംസയുടെ, അതായത് ഇന്ത്യനായ ജസ്കീറത് സിംഗ് റംഗിയുടെ ഇരുണ്ട ഭൂതകാലമാണ് കാണിക്കുന്നത്. ജസ്കീറത് സിംഗ് ആദ്യം ഒരു സാധാരണ പയ്യനായിരുന്നു. പട്ടാളക്കാരനായ അച്ഛനും ഒരു ചേച്ചിയും അവൻ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു അനിയത്തിയും അടങ്ങുന്ന മനോഹരമായ ഒരു ചെറിയ കുടുംബമായിരുന്നു അവന്റേത്. ജസ്കീറത്തിന്റെ ഒരു സുഹൃത്തായിരുന്നു അവന്റെ അനിയത്തിയെ സ്നേഹിച്ചിരുന്നത്. എന്നാൽ ഈ സന്തോഷം അധികകാലം നീണ്ടുനിന്നില്ല. കഥ അവിടെ നിന്നും കുറച്ചു നാളുകൾക്കപ്പുറത്തേക്ക് പോകുന്നു. ഉത്തർപ്രദേശിലെ ഒരിടം. ജസ്കീറത് തന്റെ അതേ സുഹൃത്തിനൊപ്പം അവിടെ ഒരു ഹവേലിയിലേക്ക് എത്തി. ആ സുഹൃത്തിന്റെ പേര് ഗുർബാസ് എന്നാണ്. ആ ഹവേലിയിൽ മയക്കുമരുന്നും അനധികൃത ആയുധങ്ങളും കച്ചവടവും മറ്റും നടക്കുന്നുണ്ടായിരുന്നു. ജസ്കീറത്തിന്റെ സുഹൃത്തിന്റെ അച്ഛനായിരുന്നു ഈ മയക്കുമരുന്ന് ബിസിനസ് ഒക്കെ നടത്തിയിരുന്നത്. അവിടെ നിന്ന് മയക്കുമരുന്നും കുറച്ച് ആയുധങ്ങളും വാങ്ങാൻ അവർ അകത്തേക്ക് കടന്നു ചെന്നു. അപ്പോഴാണ് മുകൾ നിലയിൽ നിന്ന് അത്തീഫ് അഹമ്മദ് കടന്നു വരുന്നത്. യഥാർത്ഥ ജീവിതത്തിൽ അത്തീഖ് അഹമ്മദിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട കഥാപാത്രമാണിത്. ജസ്കീറത് മുകളിൽ ചെന്ന് അത്തീഫ് അഹമ്മദിന് സാധനങ്ങളുടെ ഓർഡർ നൽകി. അതോടൊപ്പം അവൻ AK-47 തോക്കുകളും മറ്റ് ആയുധങ്ങളും ആവശ്യപ്പെട്ടു. നിങ്ങൾക്കെന്തിനാ AK-47 എന്നായിരുന്നു അത്തീഫ് ചോദിച്ചത്. തങ്ങളുടെ താവളത്തിൽ ലഹരി ഉപയോഗിക്കുന്നവർ അച്ഛനെ ഒരുപാട് ശല്യം ചെയ്യുന്നുണ്ടെന്നും അവരെയൊന്ന് പേടിപ്പിക്കാനാണെന്നും സുഹൃത്ത് മറുപടി നൽകി. അത്തീഫ് അവർക്ക് തോക്കുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നൽകുകയും പണം വാങ്ങുകയും ചെയ്തു. പക്ഷേ ജസ്കീറത്തിനും സുഹൃത്തിനും മറ്റ് പദ്ധതികളുണ്ടായിരുന്നു. സാധനങ്ങളുമായി അവർ തങ്ങളുടെ നഗരത്തിലേക്ക് തിരികെ എത്തി. ഒരു വീടിന്റെ പുറത്തു വെച്ച് ഇരുവരും സംസാരിച്ചു. ഇത് വേണോ, ഒന്നുകൂടി ആലോചിച്ചുകൂടെ എന്ന് ഗുർബാസ് ചോദിച്ചപ്പോ വേണമെന്ന മട്ടിലായിരുന്നു ജസ്കീത്ത് നിന്നത്. പോരാത്തതിന് ഗുർബാസിനോട് തന്റെ സഹോദരിയെ വിവാഹം കഴിക്കണം, അവളെ സംരക്ഷിക്കണം എന്ന കാര്യവും അവൻ പറഞ്ഞു. പിന്നാലെ ഗുർബാസ് അവിടെ നിന്ന് പോയി. ജസ്കീറത്ത് ആകട്ടെ ബാഗിൽ നിന്ന് AK-47 തോക്ക് പുറത്തെടുത്തു. അവിടെ കണ്ട അലങ്കരിച്ചിരുന്ന വീടിനകത്തേക്ക് കയറി. ആ വീടിനുള്ളിൽ ഉണ്ടായിരുന്ന ആളുകളെ എല്ലാത്തിനെയും അവൻ ക്രൂരമായി കൊല്ലാൻ ആരംഭിച്ചു. എന്റെ അനിയത്തി എവിടെ എന്ന് ചോദിച്ചായിരുന്നു അവൻ അവിടെയുള്ള ഓരോ ആണുങ്ങളെയും കൊന്നുതള്ളിക്കൊണ്ടിരുന്നത്. തിരികെയും ആക്രമണമുണ്ടായെങ്കിലും അവൻ കനത്ത ശക്തിയിൽ തന്നെ തിരിച്ചടിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ആ കൂട്ടത്തിൽ ഒരാളെ ക്രൂരമായി ഉപദ്രവിച്ച് ചോദ്യം ചെയ്ത് അവന്റെ അനിയത്തി കൃഷിയിടത്തിലെ കളപ്പുരയിൽ കെട്ടിയിട്ടപ്പെട്ട നിലയിലുണ്ട് എന്ന കാര്യം അവൻ തിരിച്ചറിഞ്ഞു. അയാളെയും കൊന്ന ശേഷം ജസ്കീറത്ത് നേരെ അങ്ങോട്ടേക്ക് പോയി. അവിടെ ബന്ദിയായി ഏറെ ഉപദ്രവിക്കപ്പെട്ട നിലയിലുണ്ടായിരുന്ന തന്റെ പ്രിയപ്പെട്ട അനിയത്തിയെ അവൻ രക്ഷപ്പെടുത്തി. പിന്നാലെ ജസ്കീറത്ത് ആ കൊലപാതകങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കോടതിയിൽ വെച്ചാണ് അന്ന് നടന്ന സംഭവങ്ങളുടെ പിന്നിലെ സത്യാവസ്ഥ വെളിപ്പെടുന്നത്. ഒരു ഭൂമി തർക്കത്തിന്റെ പേരിൽ ആരംഭിച്ച പ്രശ്നമായിരുന്നു അത്. നിലവിലെ അവിടുത്തെ MLA സുഖ്വീന്ദർ സിംഗും കുടുംബവും ചേർന്ന് ജസ്കീറത്തിന്റെ കുടുംബത്തെ വലിയ തോതിൽ ഉപദ്രവിച്ചു. പഴയ പട്ടാളക്കാരനായിരുന്ന ജസ്കീറത്തിന്റെ അച്ഛനെ ക്രൂരമായി മർദ്ദിച്ച് കെട്ടിത്തൂക്കി കൊലപ്പെടുത്തി. അതും കുടുംബത്തിന്റെ മുമ്പിൽ വെച്ച്. ജസ്കീറത്തിന്റെ ചേച്ചിയെ MLAയുടെ ഗുണ്ടകൾ 13 തവണ ബലാത്സംഗം ചെയ്തു. പിന്നീട് ക്രൂരമായി കഴുത്തറുത്തു കൊന്നു. അവിടം കൊണ്ടും അവർ നിർത്തിയില്ല. ജസ്കീറത്തിന്റെ അനിയത്തിയെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ചു. ജസ്കീറത്തും അമ്മയും പോലീസിൽ പരാതി നൽകാൻ ശ്രമിച്ചെങ്കിലും എതിർഭാഗത്ത് രാഷ്ട്രീയക്കാരായതുകൊണ്ട് FIR പോലും രജിസ്റ്റർ ചെയ്യാൻ പോലീസുകാര് തയ്യാറായില്ല. ആ സാഹചര്യത്തിലാണ് 21 വയസ്സുണ്ടായിരുന്ന ആർമിയിൽ ചേരാൻ പരിശീലനം നടത്തിയിരുന്ന ജസ്കീറത്തിന് ഇങ്ങനെയൊരു തീരുമാനമെടുക്കേണ്ടി വന്നത്. കോടതിയിൽ വാദപ്രതിവാദങ്ങൾ നടന്നു. ജസ്കീറത്തിന്റെ വക്കീൽ കാര്യങ്ങൾ വിശദീകരിച്ച് അവന് ശിക്ഷ കുറച്ചു നൽകാൻ അപേക്ഷിക്കുന്നുണ്ടെങ്കിലും എതിർഭാഗം വളരെ സ്ട്രോങ് ആയി വാദിച്ചു. ജസ്കീറത്ത് അത്രയധികം കൊലപാതകങ്ങൾ ക്രൂരമായി ചെയ്തതുകൊണ്ട് വധശിക്ഷ തന്നെ നൽകണം എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ആ സമയത്ത് വിധിയൊന്നും വരുന്നില്ലെങ്കിലും തനിക്ക് വധശിക്ഷ ഉറപ്പാണെന്ന് ജസ്കീറത്തിന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. ജസ്കീറത്തിന്റെ വക്കീല് അക്കാര്യം ജസ്കീറത്തിനോട് പറയുകയും ചെയ്തു. ജസ്കീറത്ത് പുറത്തിറങ്ങി തന്റെ കുടുംബത്തോട് യാത്ര പറഞ്ഞു. അനിയത്തിയോട് പഠനം തുടരണമെന്നും പഠനം കഴിയുമ്പോ ഗുർബാസിനെ നീ വിവാഹം കഴിക്കണം എന്നും പറഞ്ഞു. പക്ഷെ ഗുർബാസ് അവന്റെ അച്ഛനെ പോലെ മയക്കുമരുന്ന് കച്ചവടമായി പോവുകയാണെങ്കിൽ ഒന്നും നോക്കണ്ട, അവനെ കെട്ടരുത് എന്നും സൂചിപ്പിച്ചു. പിന്നാലെ അമ്മയോടും വേദനയോടെ യാത്ര പറഞ്ഞ് അവൻ വാഹനത്തിൽ കയറിപ്പോയി നേരെ ജയിലിലേക്ക്.
കുറച്ചു കാലത്തിനു ശേഷം ജസ്കീറത്തിനെ വധശിക്ഷയ്ക്കായി കൊണ്ടുപോവുകയായിരുന്നു. വഴിമധ്യേ പോലീസ് വാനിന് നേരെ പെട്ടെന്ന് വെടിവെപ്പുണ്ടായി. മുഖംമൂടി ധരിച്ച ചിലർ വന്ന് ജസ്കീറത്തിനെ തട്ടിക്കൊണ്ടുപോയി. കണ്ണു തുറക്കുമ്പോ അവനൊരു ബിൽഡിങ്ങിനകത്തായിരുന്നു. അവന്റെ മുമ്പിൽ ഇന്റലിജൻസ് ഒഫീഷ്യൽസായ സുശാന്ത് ബൻസാലും അജയ് സന്യാലും പ്രത്യക്ഷപ്പെട്ടു. അവരെ അവിടെ കണ്ട് അവൻ അതിശയിച്ചിരുന്നു. ഇന്റലിജൻസ് മേധാവി അജയ് സന്യാൽ തന്നെക്കുറിച്ച് പറയുകയും ജസ്കീറത്തിന് ഒരു സ്പൈയാകാൻ അവസരം നൽകുകയും ചെയ്തു. പക്ഷേ തന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ കൊണ്ട് ജസ്കീറത്താകെ തകർന്ന നിലയിലായിരുന്നു. അവൻ അതുകൊണ്ട് തന്നെ ആ ഓഫർ നിരസിച്ചു. നീ എങ്ങനെയും പട്ടാളത്തിൽ ചേരാൻ പോയവനല്ലേ, ഔദ്യോഗികമായിട്ടല്ലെങ്കിൽ കൂടിയും അനൗദ്യോഗികമായി നിനക്ക് രാജ്യത്തെ സേവിക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞ് അജയ് സന്യാൽ അവനെ പ്രചോദിപ്പിച്ചു. മാത്രമല്ല അവന്റെ കുടുംബവും അതുകൊണ്ട് സംരക്ഷിക്കപ്പെടും എന്നുകൂടി പറഞ്ഞപ്പോ ജസ്കീറത്തിന്റെ മനസ്സ് മാറി. നിന്റെ മുന്നിൽ ഇപ്പോൾ ലക്ഷ്യങ്ങളൊന്നുമില്ല, ഈ ആഴക്കടലിലേക്കൊന്ന് ഇറങ്ങി നോക്കൂ, നിനക്ക് നിന്റെ ലക്ഷ്യം വ്യക്തമായി കാണാമെന്നും അജയ് സന്യാൽ സൂചിപ്പിച്ചിരുന്നു. പിന്നാലെ ജസ്കീറത്തിന് ട്രെയിനിങ് കൊടുക്കപ്പെട്ടു. കൂടാതെ ജസ്കീറത്തിന്റെ കുടുംബത്തിന് ഗവൺമെന്റ് ഇൻവെന്ററിയിൽ നിന്ന് PPF വഴി എല്ലാ മാസവും പണം നൽകുന്നുണ്ട് എന്ന കാര്യവും അവന് മുമ്പിൽ വെച്ച് തന്നെ അജയ് സന്യാൽ ഉറപ്പുവരുത്തി. അങ്ങനെ ജസ്കീറത്ത് പാകിസ്ഥാനിലേക്ക് ചാരനായി പോകാൻ പൂർണ്ണമായി തയ്യാറെടുത്തു. 2 വർഷത്തെ പരിശീലനം. അതിനുശേഷം പാകിസ്ഥാനിൽ പ്രവേശിക്കാൻ ജസ്കീറത്ത് അഫ്ഗാനിസ്ഥാനിലെത്തി. അവിടെ വെച്ച് തന്റെ ഭൂതകാലം ചുട്ടരിച്ച ജസ്കീറത്ത് ഹംസ അലി മസാരി എന്ന പുതിയ ഐഡന്റിറ്റി സ്വീകരിച്ചു. അവിടെ നിന്നായിരുന്നു ദുരന്തർ 1ാം ഭാഗത്തിന്റെ കഥ തുടങ്ങിയത്. പിന്നീട് ദുരന്തർ അവസാനിച്ചിടത്തു നിന്നാണ് കഥ പുനരാരംഭിക്കുന്നത്. റഹ്മാൻ ദക്കോയിത്തിന്റെ മരണം. റഹ്മാൻ ദക്കോയിത്തിന്റെ മരണാനന്തര ചടങ്ങുകൾ വലിയ തോതിൽ നടക്കുകയാണ്. റഹ്മാന്റെ മരണത്തോടെ റഹ്മാന്റെ എതിരാളിയും ബലൂച്ച് ഗ്യാങ്ങിന്റെ എതിരാളിയുമായിരുന്ന പട്ടാൻ ഗ്യാങ്ങിന്റെ തലവൻ അർഷാദ് പപ്പു താനാണ് ഇനി ലാരിയുടെ പുതിയ രാജാവ് എന്ന് പ്രഖ്യാപിച്ചു. മറ്റൊരു വശത്ത് മേജർ ഇക്ബാലും SP അസ്ലമും സംസാരിക്കുകയായിരുന്നു. നീ എന്തിനാ റഹ്മാൻ ദക്കോയിത്തിനെ കൊന്നത് എന്ന് മേജർ ചോദിച്ചു. ബഡേ സാബിന് വേണ്ടിയാണ് എന്നായിരുന്നു അസ്ലത്തിന്റെ മറുപടി. ബഡേ സാബിന്റെ അനിയൻ നൂറ ഒരു സ്ഥലം കയ്യേറിയിരുന്നു. ആ സ്ഥലത്തിന്റെ യഥാർത്ഥ ഉടമയ്ക്ക് വേണ്ടി റഹ്മാൻ ദക്കോയിത്ത് ബഡേ സാബിനെതിരെ തിരിഞ്ഞു. അതിന്റെ വൈരാഗ്യത്തിൽ റഹ്മാൻ നൂറയെ അങ്ങ് കൊലപ്പെടുത്തി. അതുകൊണ്ടാണ് റഹ്മാനെ താൻ കൊന്നതെന്നും അസ്ലം വിശദീകരിച്ചു. ആ സമയം അവിടെ ഒരു കലാപം അരങ്ങേറുകയായിരുന്നു. അതിനു പിന്നിൽ മേജർ ഇക്ബാലാണെന്ന് വ്യക്തമായി. തങ്ങൾക്ക് വേണ്ടി എന്ത് ക്രൂരതയും ചെയ്യാൻ മേജർ മുന്നിട്ടിറങ്ങും എന്ന ഇൻസിഡന്റ് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. പിന്നാലെ അസ്ലമിനെതിരെ തിരിഞ്ഞ് മേജർ പറഞ്ഞു, നടന്നത് നടന്നു, ഇനിമേലിൽ എന്റെ തീരുമാനമില്ലാതെ അസ്ലമൊന്നും പ്രവർത്തിക്കരുതെന്ന്. അതൊരു വാണിംഗ് കൂടിയായിരുന്നു. മറുഭാഗത്ത് ഹുസൈൻ ബലൂജാകട്ടെ തന്റെ സഹോദരന്റെ കൊലപാതകത്തിൽ വലിയ ദേഷ്യത്തിലായിരുന്നു. അവൻ എങ്ങനെയെങ്കിലും SP അസ്ലമിനെ കൊല്ലണം, പക്ഷേ ശാന്തമായി ചിന്തിക്കാനുള്ള സമയമാണിതെന്ന് ഹംസ അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. തുടർന്ന് ഹംസ റിസ്വാനെ വിളിച്ചു. റിസ്വാനും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ചാരനാണെന്ന കാര്യം ആദ്യ ഭാഗത്തിൽ നിന്നേ നമുക്കറിയാം. അർഷാദ് പപ്പുവിന്റെ ഗ്യാങ്ങിലായിരുന്നു റിസ്വാൻ അന്നുണ്ടായിരുന്നത്. അങ്ങോട്ടേക്കെത്തിയ റിസ്വാൻ ഹംസയുടെ തന്ത്രത്തിന്റെ ഭാഗമായി അർഷാദ് പപ്പുവാണ് റഹ്മാന്റെ ലൊക്കേഷൻ SP അസ്ലമിന് നൽകിയതെന്ന് വെളിപ്പെടുത്തി. ആദ്യം അർഷാദ് പപ്പുവിനെ കൊന്ന് ലാരിയിൽ അധികാരം സ്ഥാപിക്കണമെന്നും ഉസൈർ വീണ്ടും റഹ്മാന്റെ സ്ഥാനത്ത് അധികാരത്തിലെത്തണമെന്നും ഹംസ പറഞ്ഞ് ഉസൈറിനെ പ്രചോദിപ്പിച്ചു. അതോടെ ഉസൈർ മുന്നിട്ടിറങ്ങി. പിന്നീട് ലാരിയിൽ നടന്നത് വലിയൊരു ഗ്യാങ് വാർ തന്നെയായിരുന്നു. വലിയ സംഘർഷങ്ങൾ ഉടലെടുത്തു. അർഷാദ് പപ്പുവിന്റെ ആളുകളെ തിരഞ്ഞുപിടിച്ച് ബലൂച്ച് ഗ്യാങ് കൊല്ലാൻ ആരംഭിച്ചു. ബലൂച്ച് ഗ്യാങ്ങും പട്ടാൻ ഗ്യാങ്ങും പരസ്പരം ഏറ്റുമുട്ടി. SP അസ്ലമും പൊളിറ്റീഷ്യൻ ജമീൽ ജമാലിയും അർഷാദ് പപ്പുവിനെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അർഷാദിന്റെ ഇടം എവിടെയാണെന്ന കാര്യം ജമീൽ ജമാലിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ഒളിച്ചിരിക്കുന്ന അർഷാദ് പപ്പുവിനെ പുറത്തു ചാടിക്കാൻ ലാരിയിലെ അവരുടെ ഇടങ്ങൾ മുഴുവൻ ചുട്ടിരിക്കാൻ ഹംസ നിർദ്ദേശിച്ചു. ലാരി കത്തിയെരിയുമ്പോ അർഷാദ് സഹായത്തിനായി ജമാലിയെ വിളിച്ചു. ഒരു പോലീസ് വണ്ടി അയക്കാമെന്നും അതിൽ കയറി പാൽ ഫാക്ടറിയിൽ പോയി ഒളിച്ചിരിക്കാനും ജമാലി നിർദ്ദേശിച്ചു. എന്നാൽ അർഷാദ് ഫാക്ടറിയിലെത്തുമ്പോ ഹംസയും ഉസൈറും അവിടെ അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ജമാലിയുടെ തന്ത്രത്തിൽ അർഷാദ് പെട്ടുപോവുകയായിരുന്നു. ഉസൈർ അർഷാദിന്റെ വലം കൈ അറുത്തു. പിറ്റേന്ന് അർഷാദിനെ കാറിന് മുന്നിൽ കെട്ടിയിട്ട് ലാരിയുടെ തെരുവുകളിലൂടെ വലിച്ചിഴച്ചു. ഒടുവിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഉസൈർ അർഷാദ് പപ്പുവിന്റെ തലയറക്കുകയും ആ തല കൊണ്ട് ഫുട്ബോൾ കളിക്കുകയും ചെയ്തു. ഇതെല്ലാം രഹസ്യമായി ഹംസ വീഡിയോ പകർത്തുന്നുണ്ടായിരുന്നു. ആ വീഡിയോ പാകിസ്ഥാൻ മുഴുവൻ വൈറലായി വാർത്തകളിൽ ഇടം പിടിച്ചു. ഒടുവിൽ ആ വിഷയം പ്രസിഡന്റ് സർവാരി സാഹിബിന്റെ മുമ്പിൽ വരെ എത്തി. പ്രസിഡന്റ് ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി. അവിടെ വെച്ച് SP അസ്ലം ഒരു വഴി നിർദ്ദേശിച്ചു. തൽക്കാലത്തേക്ക് പ്രശ്നമടക്കാം. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 4-5 ബലൂച്ച് യുവാക്കളെ പിടിച്ച് അവർ രാജ്യദ്രോഹികളാണെന്ന് പ്രഖ്യാപിച്ച് വെടിവെച്ചു കൊല്ലാം, എൻകൗണ്ടർ ചെയ്യാം. അങ്ങനെ ചെയ്താൽ വാർത്തകൾ അതിന് പിന്നാലെയാകും. ഈ വിഷയം അടിച്ചമർത്താനും പറ്റും. ഉസൈർ ബലൂച്ചിനെ എന്തു ചെയ്യണം എന്ന് മേജർ ഇക്ബാൽ ചോദിച്ചു. അവനെ കൊന്നുകളഞ്ഞേക്കാൻ പ്രസിഡന്റ് പറയുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഉസൈറിനെ കൊന്നാൽ ലാരിയിലെ ജനങ്ങൾ ഇളകുമെന്ന്
എന്ന് ജമാലി മുന്നറിയിപ്പ് കൊടുത്തു. പകരം അവനെ ആന്റി ടെററിസ്റ്റ് ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്യാം എന്നൊരാശയം ജമാലി പറഞ്ഞു. പ്രസിഡന്റിനും മറ്റുള്ളവർക്കും അത് ഓക്കെയായിരുന്നു. വൈകാതെ ആ വിവരം ഹംസയുടെ ആളായ ജമാലി ഹംസയെയും ഉസൈറിനെയും അറിയിച്ചു. എന്നാൽ SP അസ്ലമിനോട് പ്രതികാരം ചെയ്യാതെ പോകാൻ ഉസൈർ തയ്യാറായിരുന്നില്ല. വരുന്നത് പോലീസല്ലെന്നും ആർമിയാണെന്നും അവർ നിന്നെ കൊല്ലുമെന്നും ക്ഷുഭിതനായിരുന്ന അവനെ ഹംസ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അങ്ങനെ ഉസൈറിനെ പാകിസ്ഥാൻ വിട്ട് ദുബായിലേക്ക് അയക്കാൻ ഹംസ തീരുമാനിച്ചു. ഇതിനിടയിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് യുവാക്കളെ പിടികൂടി. അതിലൊരാൾ ആസാദ് ബലൂചിസ്ഥാൻ ഫോഴ്സിന്റെ നേതാവിന്റെ പേരക്കുട്ടിയായിരുന്നു. ദുബായിലെത്തിയ ഉസൈറിനെ ഹംസ തന്റെ ചാരശൃംഖല ഉപയോഗിച്ച് ചതിച്ചു. ദുബായ് എയർപോർട്ടിൽ വെച്ച് ഉസൈർ പിടിയിലായി. പാകിസ്ഥാനിൽ SP അസ്ലം താൻ പിടിച്ച ബലൂജ് യുവാക്കളെ കൊലപ്പെടുത്തി. അവർ രാജ്യദ്രോഹികളാണെന്ന് വരുത്തി തീർത്തു, തീവ്രവാദികളാണെന്ന് അനൗൺസ് ചെയ്തു. ഇതോടെ ലാരിയിൽ ഹംസ അലി മസാരി അധോലോക സാമ്രാജ്യത്തിന്റെ അധിപനായി മാറുകയായിരുന്നു. പക്ഷേ പ്രസിഡന്റ് വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. ഹംസ അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി കളിച്ചു. നിലവിലത്തെ സർക്കാരിൽ ജനങ്ങൾ അതൃപ്തരാണ്, സർക്കാർ മാറാൻ പോവുകയാണ്. അത് മനസ്സിലാക്കിയതും ഹംസ ജമാലിയോടും ഖനാനിയോടും അവിടെ ഇപ്പോൾ ലീഡ് ചെയ്യാൻ സാധ്യതയുള്ള പ്രതിപക്ഷ പാർട്ടിയിലേക്ക് മാറാൻ ഉത്തരവിട്ടു. ഹംസയുടെ പുറത്തുള്ള വിശ്വാസത്തിൽ അവരും അതിന് സമ്മതിച്ചു. അങ്ങനെ പ്രതിപക്ഷ നേതാവിനെ കണ്ട് നവാബ് ഷെഫീഖിനെ കണ്ട് അവർ പിന്തുണയറിയിച്ചു. കൂടാതെ പേരക്കുട്ടി കൊല്ലപ്പെട്ട ബലൂജ് നേതാവിനെ കണ്ട് ഹംസ സംസാരിക്കുകയും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഹംസയാണല്ലോ ഇപ്പോൾ ലാരിയുടെ ബലൂജ് നേതാവ്. അതുകൊണ്ട് അവർക്കിടയിൽ ഒരു ബന്ധം രൂപപ്പെടുന്നുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ഹംസയുടെ ഭാര്യ എലീന ഗർഭിണിയാണെന്ന വിവരവും വ്യക്തമാകുന്നത്. ഒരുപാട് പണം എത്തിച്ചേർന്നതോടെ ഹംസയുടെ ജീവിതശൈലി തന്നെ മാറാൻ തുടങ്ങി. ഹംസ അവൾക്ക് പുതിയൊരു ബംഗ്ലാവ് വാങ്ങി നൽകി. വൈകാതെ അവർക്ക് ഒരു ആൺകുഞ്ഞും ജനിച്ചു. അധികം വൈകാതെ ഇലക്ഷൻ നടന്നു. നവാബ് ഷഫീഖിന്റെ പാർട്ടി ഹംസയുടെ പിന്തുണയോടെയും മറ്റും തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടി. അദ്ദേഹം പ്രസിഡന്റായി. ഹംസയുടെ പ്രശസ്തി കണ്ട ബഡേ സാബ് അങ്ങനെ അവനെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. മേജർ ഇക്ബാലിന്റെ വീട്ടിൽ ടിവിയിൽ മോദിജി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആ സമയം പ്രദർശിപ്പിക്കപ്പെടുകയായിരുന്നു. വർഷം 2014 മേജർ ഇക്ബാലിന്റെ മകൾക്ക് ഡൗൺ സിൻഡ്രോം ആയിരുന്നു. ഇതിന്റെ പേരിൽ ഇക്ബാലിന്റെ അച്ഛൻ അവനെ വലിയ തോതിൽ പരിഹസിക്കുന്നുണ്ട്. അവനിൽ നിന്ന് ഒരു ആൺകുട്ടി പോലും ഉണ്ടായില്ലല്ലോടാ എന്ന് പറഞ്ഞ അച്ഛൻ ആക്ഷേപിക്കുമ്പോ ഇക്ബാൽ അതൊക്കെ കേട്ട് ദേഷ്യം കടിച്ചുപിടിച്ചു നിന്നു. അമേരിക്കൻ ഡോളേഴ്സും മറ്റ് എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നോക്കിയിട്ടും നിന്റെ ആളുകൾക്ക് അധികാരത്തിൽ ഇന്ത്യയിൽ വരാൻ സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞും അച്ഛൻ പരിഹസിക്കുന്നുണ്ടായിരുന്നു. തന്റെ ആർമിയിലെ വീരകൃത്യങ്ങളും മേജർ ഇക്ബാലിന്റെ അച്ഛൻ പറഞ്ഞ് മേജർ ഇക്ബാലിനെ പുച്ഛിച്ചു തള്ളിക്കൊണ്ടിരുന്നു. മേജർ ഇക്ബാൽ ആകട്ടെ ദേഷ്യം കടിച്ചമർത്തി പിടിക്കുകയായിരുന്നു. ഇതിനിടയിൽ ബലോചിസ്ഥാൻ യുണൈറ്റഡ് ഫോഴ്സുമായും ഹംസ അടുത്ത ബന്ധമുണ്ടാക്കിയെടുത്തു. വൈകാതെ മേജർ ഇക്ബാലിന്റെ കൂട്ടത്തിൽ ഹംസ ബഡാസാബിനെ കാണാൻ വേണ്ടി പുറപ്പെട്ടു. ഇക്ബാലാണ് വില്ലന്മാരിൽ ഏറ്റവും വലുത് എന്നായിരുന്നു അതുവരെ ഹംസ കരുതിയിരുന്നത്. പക്ഷേ അങ്ങനല്ലെന്നും അവർക്ക് മുകളിൽ ഒരാളുണ്ടെന്നും അതിശയത്തോടെയായിരുന്നു അവൻ തിരിച്ചറിഞ്ഞത്. അവിടെയെത്തി ഒടുവിൽ ഹംസ ബഡേ സാബിന്റെ മുമ്പിലെത്തി. അത് മറ്റാരുമായിരുന്നില്ല, ഇന്ത്യ തീവ്രവാദിയായി മുദ്രകുത്തിയ ദാവൂദ് ഇബ്രാഹിമായിരുന്നു. അവശനിലയിൽ അയാൾ ബെഡിൽ ചികിത്സയിലാണ്. പക്ഷേ അവിടെ കിടന്നും ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താനും മോശം പല കാര്യങ്ങൾ ചെയ്യാനും അയാൾ ആസൂത്രണം ചെയ്യുന്നുണ്ടായിരുന്നു. മേജർ ഇക്ബാലിനും മറ്റും നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുമുണ്ടായിരുന്നു. വൈകാതെ UPയിൽ തിരഞ്ഞെടുപ്പ് നടക്കും. അത് അട്ടിമറിക്കാൻ 60,000 കോടിയുടെ കള്ളനോട്ടുകൾ നിർമ്മിക്കാൻ ദാവൂദ് നിർദ്ദേശിച്ചു. കൂടാതെ പഞ്ചാബിൽ മയക്കുമരുന്ന് വ്യാപാരം വർദ്ധിപ്പിക്കാനും ആ പണം കൊണ്ട് ആയുധങ്ങൾ വാങ്ങി ഇന്ത്യയിൽ ഭീകരവാദം വളർത്താനും പദ്ധതിയിടുന്ന കാര്യങ്ങൾ അയാൾ മേജർ ഇക്ബാലിനോടും മറ്റും പങ്കുവച്ചു. ആ സമയം അവരുടെ കൂടെയുണ്ടായിരുന്ന കള്ളനോട്ടടിക്കുന്ന ഒരു മാഫിയ നേതാവ് 11,000 കോടി ഇതിനോടകം നേപ്പാൾ വഴി UPയിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നും നമ്മുടെ ആൾ ആത്തിഫ് അവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്നും അയാൾ കൂട്ടിച്ചേർത്തു. നെട്ടലോടെയായിരുന്നു ഹംസ ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്നത്. പിന്നാലെ മേജർ ഇക്ബാൽ ഹംസയെ ദാവൂദ് ഇബ്രാഹിമിന് പരിചയപ്പെടുത്തി കൊടുത്തു. അവിടെ നിന്നിറങ്ങിയതും ഹംസ താൻ അറിഞ്ഞ ഞെട്ടിക്കുന്ന ആ വിവരങ്ങൾ അവിടുത്തെ ഹാൻഡ്ലർ മുഹമ്മദ് ആലത്തിന് ആലം ചാച്ചയ്ക്ക് കൈമാറി. അവർ സംസാരിക്കുമ്പോഴായിരുന്നു പുൽവാമ ആക്രമണം നടന്ന വാർത്ത പുറത്തു വരുന്നത്. അതിനു പിന്നിൽ ദാവൂദും സംഘവുമാണെന്ന കാര്യം അവർക്ക് വ്യക്തമാകുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം പഞ്ചാബിലേക്കും മറ്റും വലിയ തോതിൽ മയക്കുമരുന്നെത്തിക്കാൻ അത് വാങ്ങുവാൻ വേണ്ടയാൾ പാകിസ്ഥാനിലേക്ക് വന്നിറങ്ങും. ഇന്ത്യക്കാരൻ അയാളെ പിക്ക് ചെയ്യാൻ എയർപോർട്ടിൽ എത്തിയത് ഹംസയായിരുന്നു. പക്ഷേ അവിടെ വെച്ച് വന്നയാളെ കണ്ടവൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. വന്നിരുന്ന 3 പേരിൽ ഒരാൾ അവന്റെ പഴയ സുഹൃത്ത് ഗുർബാസ് ആയിരുന്നു. ഗുർബാസ് മയക്കുമരുന്ന് കച്ചവടമൊക്കെ ചെയ്ത് വലിയൊരു മാഫിയ തലവനായി മാറിയിരിക്കുകയാണ്. ഗുർബാസ് തന്നെ തിരിച്ചറിയുമോ എന്ന് ഹംസ ഭയപ്പെട്ടു. പക്ഷേ 13 വർഷങ്ങൾക്കപ്പുറം രൂപമൊക്കെ മാറി ഹംസയെ കണ്ടതുകൊണ്ട് ഗുർബാസിന് പെട്ടെന്ന് അവനെ അങ്ങ് മനസ്സിലായില്ല. അവർ അവിടെ നിന്നും മേജർ ഇക്ബാലിന്റെ അടുത്തേക്ക് പോയി. അവിടെ വെച്ച് ആയുധ ഇടപാടുകാരനായ ഷുഹൂർ മിസ്ത്രിയെ ഹംസ കണ്ടു. ഗുർബാസ്
കേസ് മയക്കുമരുന്ന് പരിശോധിച്ച് 12 കോടിയുടെ ഡീൽ ഉറപ്പിച്ചു. ആ മയക്കുമരുന്നുകൾ ഇന്ത്യയിൽ 150 കോടി രൂപയ്ക്ക് വിൽക്കും. അന്ന് ഗുർബാസിന് വേണ്ടി ഒരു പാർട്ടി സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. ഹംസയുടെ വീട്ടിൽ വെച്ചായിരുന്നു അത് നടക്കുന്നതും. SP അസ്ലമും ജമാലിയും ആ പാർട്ടിക്കായി എത്തിച്ചേർന്നിരുന്നു. അവിടെ വെച്ച് ആലം ചാച്ച ഹംസയ്ക്ക് ഒരു പ്രത്യേക മോതിരം നൽകി. ഉസൈർ ബലൂച്ച് 2 ദിവസത്തിനുള്ളിൽ പാകിസ്ഥാനിൽ തിരികെ എത്തുമെന്നും ഹംസയുടെ അധികാരം തുടരണമെങ്കിൽ അവനെ തീർക്കണമെന്നും SP അസ്ലം ഹംസയോട് പറഞ്ഞു. ആ സമയത്താണ് ഗുർബാസ് പിന്താ സിംഗ് ഹംസയ്ക്കടുക്കൽ വന്ന് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞത്. ഹംസ ഗുർബാസിനെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അവിടെ വെച്ച് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനിടയിൽ തനിക്ക് ഹംസയെ ജസ്കീറത്തായി ആദ്യമേ മനസ്സിലായിരുന്നു എന്ന കാര്യം അവൻ വെളിപ്പെടുത്തി. അത് കേട്ടതും ഹംസ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. തീവ്രവാദിയായി മാറിക്കഴിഞ്ഞിരുന്ന ഗുർബാസ് പിന്ത ഈ കാര്യം വെളിപ്പെടുത്തിയാൽ തന്റെ കാര്യം തീരുമെന്നവൻ അറിയാമായിരുന്നു. നീ എങ്ങനെ ഇവിടെയെത്തി? നിനക്ക് നിന്റെ അമ്മയെ ഓർമ്മയില്ലേ എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. സംസാരമധ്യേ തന്റെ അനിയത്തിയും ഗുർബാസും വിവാഹിതരായെന്നും അവർക്ക് 2 കുട്ടികളുണ്ടെന്നും ഹംസ തിരിച്ചറിഞ്ഞു. പക്ഷേ ലഹരിമൂത്ത ഗുർബാസ് ആകട്ടെ രാജ്യത്തിനെതിരെ സംസാരിച്ച് ഹംസയുമായി തർക്കിക്കുകയും അവനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിനിടയിൽ അബദ്ധത്തിൽ ഗുർബാസിന്റെ കണ്ണിൽ സിറിഞ്ച് തറയ്ക്കുകയും അവൻ അവിടെ വീണ് മരണപ്പെടുകയും ചെയ്തു. കാര്യങ്ങൾ തന്റെ കൈ വിട്ടു പോവുകയാണെന്ന് ഹംസയ്ക്ക് മനസ്സിലായിരുന്നു. ഭയന്നവൻ ഒരു നിമിഷം പിൻവലിഞ്ഞിരുന്നു. പുറത്ത് പാർട്ടി തകർത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഹംസ പുറത്തിറങ്ങി മദ്യപിച്ച് പാർട്ടിക്കൊപ്പം കൂടി. കുറച്ചു കഴിഞ്ഞതും ഹംസയുടെ ഭാര്യയുടെ നിലവിളി വളരെ ഉച്ചത്തിൽ പുറത്തേക്ക് കേട്ടു. എല്ലാവരും കൂടി അകത്തു ചെന്നു. ഹംസ കുറച്ചുനേരം അവിടെ നിന്ന ശേഷം അങ്ങോട്ടേക്ക് തിരികെ എത്തി. നോക്കുമ്പോ ബാത്റൂമിനകത്ത് ഗുർബാസ് കൊല്ലപ്പെട്ട് കിടക്കുന്നു. അവിടെ ഗുർബാസിനെ കൊന്നുവെന്ന കുറ്റത്തിന് പിടികൂടി ഒരാളെ പിടിച്ചുവെച്ചിട്ടുണ്ട്. അത് മറ്റാരുമല്ല, ആലം ചാച്ചയാണ്. ആ കൊലപാതക കുറ്റം സ്വയം ഏറ്റെടുത്ത ആലം ചാച്ച താനൊരു ഇന്ത്യൻകാരനാണെന്ന് അവരോട് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അങ്ങോട്ടേക്ക് തോക്കുമായി കടന്നു വന്ന ഹംസ ആലം ചാച്ചയെ വെടിവെച്ചു കൊന്നു. പിന്നാലെ മദ്യാസക്തിയിൽ എന്ന പോലെ എന്റെ വീടിനകത്ത് കടന്നുവന്ന് എന്റെ ഗസ്റ്റിനെ കൊന്ന നീ ആരാണെങ്കിലും ഇതായിരിക്കുമെടാ വിധി എന്നലറുകയും ചെയ്തു. പിന്നാലെ ഹംസ പുറത്തേക്ക് നടന്നു. അപ്പോഴാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. ഗുർബാസ് മരണപ്പെട്ട് എന്തു ചെയ്യണമെന്നറിയാതെ ഹംസ നിൽക്കുമ്പോ അങ്ങോട്ടേക്ക് ആലം ചാച്ച കടന്നു വന്നിരുന്നു. സിറ്റുവേഷൻ മനസ്സിലാക്കിയ ആലം ചാച്ച ഇന്ത്യയുടെ ദൗത്യം വിജയിക്കാൻ ഹംസയെ രക്ഷപ്പെടുത്തി ആ കുറ്റം സ്വയം ഏറ്റെടുത്ത് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ആലം ചാച്ചയുടെ പഴയ ചായക്കടയിൽ പോയിരുന്ന് താൻ അവിടെ വന്നതു തൊട്ടുള്ള കാര്യങ്ങൾ ഹംസ ഓർത്തെടുത്തു. സ്വന്തം രാജ്യത്തിനു വേണ്ടി ഓരോ ചാരന്മാർ ചെയ്യുന്ന ബലിദാനത്തെപ്പറ്റി ഓർത്തപ്പോ അവനേറെ വികാരാധീനനായി. ഇതേ സമയം ഹംസയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്ന SP അസ്ലത്തിനടുക്കൽ അയാളുടെ പ്രധാന അസിസ്റ്റന്റ് വന്ന് തനിക്ക് ഹംസയ്ക്ക് മേൽ സംശയം തോന്നുന്നു എന്ന് സൂചിപ്പിച്ചു. അതോടെ അസ്ലത്തിലും ആ സംശയം ഉടലെടുത്തു. ഹംസയെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാൻ അസിസ്റ്റന്റിന് SP അസ്ലം നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. ഇതെല്ലാം യലീന കേൾക്കുന്നുണ്ടായിരുന്നു. ആലം ചാച്ചയായിരുന്നല്ലോ ഹംസയെ റഹ്മാൻ അടുത്തെത്തിച്ചത്. അതായിരുന്നു SP അസ്ലമിന്റെ സംശയത്തിന് ആക്കം കൂട്ടിയതും. അവരുടെ സംസാരം കേട്ട യലീന അന്ന് വീട് മുഴുവൻ പരിശോധിച്ചു. അവിടെ നിന്ന് അവൾക്ക് ഹംസ ഒളിപ്പിച്ചു വെച്ച് അവന്റെ ആ ഡയറി കിട്ടി. അതിൽ കൊല്ലേണ്ടുന്ന എല്ലാ തീവ്രവാദികളുടെയും പേരുകൾ എഴുതി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. റഹ്മാൻ ദക്കോയത്തിനെ കൊന്നതടക്കം ഹംസയാണെന്നും അതോടെ യലീനയ്ക്ക് മനസ്സിലായി. തിരികെ അന്ന് ഹംസ വീട്ടിലെത്തിയപ്പോ യലീന ഹംസയെ ചോദ്യം ചെയ്തു. അവനൊരു ഇന്ത്യൻ ചാരനാണോ എന്ന കാര്യം പറയുവാൻ പറഞ്ഞ് അവന് നേരെ തോക്ക് ചൂണ്ടി. പക്ഷേ യലീനയെ ഹംസയ്ക്കേറെ ഇഷ്ടമായിരുന്നു. അവളെ ഉപദ്രവിക്കാനും ഹംസ ആഗ്രഹിച്ചിരുന്നില്ല. ഹംസ പറഞ്ഞു, ഇന്ത്യയുടെ ശത്രുത നിന്നോടോ നിങ്ങളുടെ ജനങ്ങളോടോ അല്ല, മറിച്ച് ആയിരക്കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കുന്ന നിങ്ങളുടെ നാട്ടിലെ തീവ്രവാദികളോടും ISIക്കാരോടുമാണ്. അവിടുത്തെ തീവ്രവാദികൾ കൊന്നൊടുക്കിയ ആൾക്കാരുടെ വിവരങ്ങളും അവർ പാകിസ്ഥാന്റെ പോലും നന്മ ആഗ്രഹിക്കുന്നവരല്ലെന്നും സ്വന്തം നാട്ടിലെ എത്രയോ നിരപരാധികളായ ബലൂജികളെപ്പോലും അവർ കൊന്നൊടുക്കിയിട്ടുണ്ടെന്നും ഹംസ അവളോട് വിശദമായി പറഞ്ഞു. ഹംസ കാര്യങ്ങളൊക്കെ വിശദമാക്കിയതും യലീനയ്ക്ക് ഒക്കെയും കുറേയേറെ ബോധ്യപ്പെട്ടു. എങ്കിലും തന്റെ മകനൊന്നും സംഭവിക്കരുതെന്നും എന്തു ചെയ്യാനുണ്ടെങ്കിലും വേഗം ചെയ്യണമെന്നും അവൾ അവനെ അറിയിച്ചു. SP അസ്ലമിന് സംശയം തോന്നിയിട്ടുള്ള കാര്യവും താനത് കേട്ട കാര്യവും കൂടി അവൾ സൂചിപ്പിച്ചു. ഹംസയുടെ കൂടെ നിൽക്കാൻ യലീന തീരുമാനിച്ചിരുന്നു. അടുത്ത ദിവസം ഹംസ ബലൂജ് സേനയുടെ നേതാവിനെ പോയി കണ്ടു. നിരപരാധികളായ ബലൂജുകളെയും നിങ്ങളുടെ പേരക്കുട്ടിയെയും കൊന്നത് SP അസ്ലമാണെന്ന് പറഞ്ഞ ഹംസ അവരോട് വലിയ തോതിൽ സഹതാപം പ്രകടിപ്പിച്ചു. അതുകൊണ്ട് നമ്മൾ ഒന്നുചേർന്ന് SP അസ്ലമിനെ വകവരുത്തണം എന്നവൻ പറഞ്ഞു. പക്ഷേ ഹംസ ബലൂജ് നേതാവിനെ കാണാൻ പോയ വിവരം SP അസ്ലം ഇന്റലിജൻസ് മുഖേന അറിഞ്ഞിരുന്നു. അതോടെ ഹംസ തന്നെ കൊല്ലാൻ
കൊല്ലാൻ ശ്രമിക്കുകയാണ് എന്ന് അസ്ലമിന് ഉറപ്പായി. ഹംസ ഒരു ഇന്ത്യൻ ഏജന്റാണെന്ന കാര്യത്തിലെ തന്റെ സംശയവും അസ്ലം ഏറെക്കുറെ ഉറപ്പിക്കുന്നുണ്ടായിരുന്നു. അന്ന് തന്നെയായിരുന്നു ഉസൈർ ബലോച്ച് ഡിപ്പോർട്ട് ചെയ്യപ്പെട്ട് പാകിസ്ഥാനിലേക്ക് എത്തപ്പെടേണ്ടിയിരുന്നത്. ഹംസ തിരികെ വീട്ടിലേക്കെത്തി അസ്ലമിനെ വിളിച്ച് പ്ലാനിൽ ചില മാറ്റങ്ങളുണ്ടെന്നും ഉസൈറിനെ മറ്റൊരു വഴിയിലൂടെ കൊണ്ടുവരണമെന്നും നിർദ്ദേശിച്ചു. ബലൂചിസ്ഥാനിലെ പയ്യന്മാർ അസ്ലമിനെ വകവരുത്താൻ ആ വഴിയിൽ കാത്തുനിൽക്കുന്നുണ്ട് എന്നായിരുന്നു ഹംസ സൂചിപ്പിച്ചത്. പക്ഷേ അസ്ലം തന്റെ ബുദ്ധി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങി. ഹംസ നിർദ്ദേശിച്ച വഴിയിലൂടെ തന്നെ ഉസൈറിനെ കൊണ്ടുവരാൻ അവർ തീരുമാനിച്ചു. പക്ഷേ തന്റെ സ്ഥാനത്ത് ടാസ്ക് ഫോഴ്സ് മേധാവിയെ അസ്ലം അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് അസ്ലം നേരെ ഹംസയെ പിടികൂടാൻ പുറപ്പെട്ടു. അതും മറ്റൊരു വഴിയിലൂടെ. SP അസ്ലമിനെ വകവരുത്താൻ തീരുമാനിക്കപ്പെട്ട ആ ഒരു ബലൂജ് പയ്യൻ ടാസ്ക് ഫോഴ്സ് ഓഫീസിന് പുറത്ത് കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. അസ്ലം ഹംസയുടെ വീട്ടിലേക്ക് പുറപ്പെടുന്നതായി അവൻ കണ്ടു. ഉടനെ അവൻ ഹംസയെ വിളിച്ച് വിവരം പറഞ്ഞു. ഹംസയുടെ വീട്ടിലേക്ക് പോവുകയായിരുന്ന അസ്ലം വഴിയിൽ വെച്ച് പറഞ്ഞു, ടാസ്ക് ഫോഴ്സ് മേധാവിക്ക് വേണ്ടി ഒരു പൂച്ചെണ്ട് കരുതി വെച്ചേരെ, പാവം അവനിപ്പോ രക്തസാക്ഷിയാകും. അപ്പോഴാണ് ഹംസയുടെ കോൾ വന്നത്. ഒന്നാം ഭാഗത്തിലെ ചില പരാമർശങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹംസ അയാളോട് പറഞ്ഞു, അസ്ലം സാഹിബ്, എനിക്ക് വലിയ വിഷമമാണ്. കാരണം നിങ്ങൾക്ക് എന്നെ ഒരു ലൈംഗിക തൊഴിലാളിയാക്കാനോ ജമീൽ സാഹിബിനെ വന്ധ്യംകരിക്കാനോ കഴിഞ്ഞില്ലല്ലോ. അസ്ലം എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുമ്പേ അവനെ കൊല്ലാൻ ഏൽപ്പിക്കപ്പെട്ടയാൾ തന്റെ കാർ അമിത വേഗതയിൽ അസ്ലമിന്റെ കാറിലേക്ക് ഇടിച്ചു കയറ്റി. അവിടെ നടന്നത് വലിയൊരു സ്ഫോടനമായിരുന്നു. അങ്ങനെ SP അസ്ലം കൊല്ലപ്പെട്ടു. ഒടുവിൽ ആ പൂച്ചണ്ട് അസ്ലമിന് തന്നെ വേണ്ടി വന്നു. മറുഭാഗത്ത് ഉസൈർ ബലൂച്ച് ടാസ്ക് ഫോഴ്സിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഹംസ ജയിലിലെത്തി ഉസൈർ ബലൂച്ചിനെ കണ്ടു. ഹംസ ജയിലിലെ ഉദ്യോഗസ്ഥന് പണം നൽകി ഉസൈറിനെ നല്ല രീതിയിൽ നോക്കണമെന്നും അവനൊന്നും സംഭവിക്കരുതെന്നും നിർദ്ദേശിച്ചു. നിന്നെ പുറത്തിറക്കാൻ ഞാൻ എന്തെങ്കിലും ഉടൻ ചെയ്യുമെന്ന് ഹംസ ഉസൈറിന് ഉറപ്പു നൽകുകയും ചെയ്തു. ഉസൈറാകട്ടെ ഹംസയെ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ടായിരുന്നു. പിന്നാലെയാണ് ഹംസ ദുബായിലേക്ക് പോയത്. അവിടെ വെച്ച് വർഷങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും അജയ് സന്യാലിനെ കണ്ടു. സന്യാൽ അവന്റെ പ്രവൃത്തികളിലും അതുവരെ മിഷൻ കൊണ്ടെത്തിച്ചതിലും അവനെ അഭിനന്ദിച്ചു. സമയമായെന്നും ഇനി നിനക്കാരെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കൊല്ലാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്നും അദ്ദേഹം അവനെ അറിയിച്ചു. ആ സമയം ഹംസ അത്തീഫ് അഹമ്മദിനെ കുറിച്ചുള്ള വിവരങ്ങളും UP-യിലെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വരാനിരിക്കുന്ന 60,000 കോടിയുടെ വ്യാജനോട്ടുകളെ കുറിച്ചുള്ള വിവരങ്ങളും 12,000 കോടി അതിനോടകം അങ്ങോട്ടേക്ക് എത്തിച്ചേർന്ന കാര്യവുമെല്ലാം അറിയിച്ചു. രാജ്യത്തിന്റെ ഭാവി അപകടത്തിലാണെന്ന് അജയ് സന്യാൽ തിരിച്ചറിഞ്ഞിരുന്നു. അതോടെയാണ് മറ്റു വഴികളില്ലാതെ ഇന്ത്യയിൽ ഓപ്പറേഷൻ ഗ്രീൻ ലീഫ് നടപ്പിലാക്കിയത് എന്നാണ് സിനിമ പറയുന്നത്. അതായത് നോട്ട് നിരോധനം. അന്ന് രാത്രി മുതൽ പഴയ 500, 1000 നോട്ടുകൾ അസാധുവാക്കി. കാര്യങ്ങൾ കൈവിട്ടുപോയ കാര്യം അത്തീഫ് അഹമ്മദ് അറിഞ്ഞിരുന്നു. മേജർ ഇക്ബാലിനെ വിളിച്ച് UP നമ്മുടെ കയ്യിൽ നിന്ന് പോയെന്നും ഒരു ചായക്കാരൻ നമ്മുടെ പ്ലാൻ തകർത്തുവെന്നും ദേഷ്യത്തിൽ അയാൾ പറയുന്നുണ്ടായിരുന്നു. ഈ നോട്ട് നിരോധനം ഏറ്റവും കൂടുതൽ ബാധിച്ചത് കള്ളനോട്ടടിക്കുന്ന മാഫിയ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ജാവേദ് ഖനാനിയായിരുന്നു. മേജർ ഇക്ബാലിനെ വിളിച്ച് 60,000 കോടി അടിച്ചു വെച്ചിരിക്കുകയാണ്, എന്തു ചെയ്യുമെന്ന് ചോദിച്ച സഹായം അന്വേഷിച്ചെങ്കിലും ഇക്ബാൽ ശരിയായ മറുപടി നൽകിയില്ല. ഖനാനി കരഞ്ഞുകൊണ്ട് ഹംസയെ വിളിച്ചു. എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് ഹംസ അവനെ ആശ്വസിപ്പിച്ചു. ഫാക്ടറിയിൽ ഖനാനി തനിച്ചാണെന്നറിഞ്ഞതും താൻ അങ്ങോട്ടേക്ക് വരാം എന്ന് ഹംസ പറഞ്ഞു. അവിടെത്തിയ ഹംസ 60,000 കോടിയുടെ വ്യാജനോട്ടുകൾ നോക്കിക്കണ്ടു. പിന്നീട് ഖനാനിയോടൊപ്പം പുകവലിക്കാൻ ടെറസിലേക്ക് പോയ ഹംസ അവിടെ നിന്നും നിന്റെ അവസാന സിഗരറ്റ് വലിച്ചോളൂ എന്ന് പറഞ്ഞ് ഖനാനിയുടെ കഴുത്തിനിരിക്കുകയും ടെറസിൽ നിന്ന് ഇലക്ട്രിക് ലൈനിലേക്കിട്ട് കൊലപ്പെടുത്തുകയും ചെയ്തു. പിന്നാലെ ആ കള്ളനോട്ടുകൾ ഹംസ തീയിട്ട് നശിപ്പിച്ചു. മറുഭാഗത്ത് UP-യിലാകട്ടെ അജയ് സന്യാൽ പോലീസുമായി സംസാരിച്ച് അത്തീഫ് അഹമ്മദിനെ അറസ്റ്റ് ചെയ്തു. അവനെ ജയിലിലടച്ചു. എന്നാൽ പാകിസ്ഥാനിൽ ലാരിയുടെ ടാസ്ക് ഫോഴ്സ് മേധാവി ഹംസയുടെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അസ്ലമിന്റെ വിശ്വസ്തനായിരുന്ന അയാൾക്ക് ഹംസയ്ക്ക് മേലുള്ള സംശയം കൂടി. ഒമർ എന്നായിരുന്നു അയാളുടെ പേര്. പിന്നെ തുടർച്ചയായി ലാരിയിലും മറ്റുമായി നിരവധി കൊലപാതകങ്ങൾ നടന്നു. കൊല്ലപ്പെട്ടതെല്ലാവരും ഹംസയുടെ ലിസ്റ്റിലുണ്ടായിരുന്നവരായിരുന്നു. തീവ്രവാദികൾ, ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന മാഫിയ ശക്തി നേതാക്കൾ ഓരോരുത്തരും കൊല്ലപ്പെട്ട് വീണുകൊണ്ടിരുന്നു. കൊല്ലപ്പെട്ട് വീഴുന്ന ഓരോരുത്തരുടെ ഫോട്ടോയും ഹംസ തന്നെ നേരിട്ട് അജയ് സന്യാലിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സന്യാലിന്റെ അനുവാദത്തോടെ 20-25ഓളം ലഷ്കർ-ഇ തൊയ്ബ പ്രവർത്തകരെയും ISI ഭീകരരെയും അവൻ വധിച്ചു. വേട്ട അവസാനിച്ചത് കാണ്ഡഹാർ ഹൈജാക്ക് ഭീകരൻ ഷുഹൂർ മിസ്ത്രിയിലാണ്. ഒരു ഗോഡൌണിൽ വെച്ച് മിസ്ത്രിയെ പിടികൂടിയ ശേഷം ഹംസ സന്യാൽ സാഹിബിനെ വീഡിയോ കോൾ ചെയ്തു. സന്യാൽ മിസ്ത്രിയെ പരിഹസിച്ചു. തുടർന്ന് അവനെ കൊണ്ട് ഭാരത് മാതാ കി ജയ് വിളിപ്പിച്ചു. തൊട്ടുപുറകെ ഹംസ അവന്റെ തലയിലേക്ക് വെടിയുതിർത്തു. അതോടെ വർഷങ്ങൾ നീണ്ട തന്റെ പ്രതികാരം പൂർത്തിയായതായി സന്യാലിന് അനുഭവപ്പെട്ടു.
ഹംസയെ ഇക്ബാൽ വീണ്ടും വിളിച്ചു. ബഡേ സാബ് അവനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ഹംസ ആലം ചാച്ച നൽകിയ ആ മോതിരം എടുത്തു. ആ മോതിരത്തിനുള്ളിൽ ഒരു പ്രത്യേകതരം ദ്രാവകമുണ്ടായിരുന്നു. അത് സാധാരണ നിലയിൽ ഒരാളുടെ ചർമ്മത്തിൽ സ്പർശിച്ചാൽ പോലും സാവധാനം ശരീരത്തിനുള്ളിലേക്ക് കടക്കുന്ന ഒരു വിഷമാണ്. സ്ലോ പോയിസൺ. ചർമ്മത്തിലൂടെ ചെറിയ കണികകളായി ശ്വാസകോശത്തിലേക്കും വൃക്കകളിലേക്കും ഹൃദയത്തിലേക്കും പടരുന്ന അത് ദീർഘകാലാടിസ്ഥാനത്തിൽ അവയവങ്ങളെ നശിപ്പിക്കും. ദാവൂദ് ഇബ്രാഹിമിന് മേൽ ആ ദ്രാവകം പ്രയോഗിക്കാൻ ഹംസ തീരുമാനിച്ചു. അവൻ ദാവൂദ് ഇബ്രാഹിമിന്റെ അടുത്തേക്ക് ചെന്നു. കയ്യിലൊരു ബാൻഡേജ് ചുറ്റി അതിൽ ആ ദ്രാവകം വളരെ വിദഗ്ധമായി അവൻ തേച്ചു പിടിപ്പിച്ചിരുന്നു. ദാവൂദ് ഇബ്രാഹിമിന്റെ അടുത്ത് ചെല്ലുമ്പോ അവിടെ ടിവിയിൽ ബാബരി മസ്ജിദ് വിധി വന്ന ആ വാർത്ത പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഭൂമി രാമക്ഷേത്രത്തിനായി വിട്ടുകൊടുത്തു എന്നറിഞ്ഞ ദാവൂദ് അതീവ കുപിതനായി. ലഷ്കർ ഇ തൊയ്ബയുടെ പുതിയൊരു സംഘത്തെ സജ്ജമാക്കാൻ അയാൾ നിർദ്ദേശിച്ചു. ഇത്തവണ 4-5 പേരെയല്ല, മറിച്ച് 40 മുതൽ 50 വരെ ഭീകരരെയാണ് ഇന്ത്യയിലേക്ക് അയക്കാൻ അയാൾ കൽപ്പിക്കുന്നത്. ഈ വിവരം അത്തീഫ് അഹമ്മദിനെ അറിയിക്കാൻ ദാവൂദ് ഇക്ബാലിന് നിർദ്ദേശം നൽകി. അത്തീഫ് ജയിലിലാണെന്ന് ഇക്ബാലിന്റെ വലങ്കൈ പറയുമ്പോ അവൻ ജയിലിലായാലും പുറത്തായാലും നമ്മുടെ കാര്യം നടക്കും എന്നായിരുന്നു ഇക്ബാൽ പറഞ്ഞത്. ഈ സംസാരങ്ങളെല്ലാം ഹംസ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഈ 40-50 ഭീകരർക്കും ആവശ്യമായ ആയുധങ്ങളും റോക്കറ്റ് ലോഞ്ചറുകളും സ്ഫോടക വസ്തുക്കളും ഹംസ തയ്യാറാക്കി നൽകാൻ ദാവൂദ് ഉത്തരവിട്ടു. ഹംസ അതിന് സമ്മതിച്ചു. പിന്നാലെ എല്ലാവരും കൈകൊടുത്ത് പുറത്തേക്കിറങ്ങാനായി തീരുമാനിച്ചിരുന്നു. പെട്ടെന്ന് ദാവൂദിന്റെ ആരോഗ്യനില മോശമാവാൻ തുടങ്ങി. വിഷമുള്ള ബാൻഡേജ് വെച്ച് ദാവൂദിന്റെ കയ്യിൽ സ്പർശിക്കാനായി ഹംസ പോയെങ്കിലും പെട്ടെന്ന് നഴ്സ് കടന്നു വന്നതുകൊണ്ട് അത് തടയപ്പെട്ടു. ആശ്രമം അവിടെ പരാജയപ്പെടുകയും ചെയ്തു. തുടർന്ന് അടുത്ത ദിവസം ആയുധങ്ങൾ കൈമാറാൻ വരുമ്പോ ലഷ്കർ ഇ തൊയ്ബയുടെ പരിശീലന കേന്ദ്രമായ മുരീദ് ഗേ കൂടി സന്ദർശിക്കാൻ മേജർ ഇക്ബാൽ ഹംസയെ ക്ഷണിച്ചു. അധികം വൈകാതെ ഇക്ബാല് ജയിലിലുള്ള അത്തീഫ് അഹമ്മദിനെ വിളിച്ചു. 2 ദിവസത്തിനുള്ളിൽ താൻ ഡോക്ടറെ കാണാൻ പോകുമെന്നും വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഉടൻ തന്നെ ജാമ്യം നേടുമെന്നുമായിരുന്നു അത്തീഫ് മറുപടി പറഞ്ഞത്. ആ സംസാരം അവിടെ നിന്നിരുന്ന ഗാർഡ് ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. ഹംസ തന്റെ വലിയ ദൗത്യത്തിനായി പുറപ്പെടാൻ തയ്യാറെടുത്തു. പോകുന്നതിനു മുമ്പ് അവൻ യലീനയോട് പറഞ്ഞു, നമുക്കിനി ഇവിടെ താമസിക്കാൻ കഴിയില്ല. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിനു ശേഷം ഇവിടം സുരക്ഷിതമല്ല. ഇതേ സമയം ലാരി ടാസ്ക് ഫോഴ്സ് മേധാവി ഒമർ ഇതൊക്കെ ദൂരെ നിന്ന് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഹംസ തന്റെ വലിയ ദൗത്യത്തിനായി പുറപ്പെടാൻ തയ്യാറെടുത്തു. യലീനയുടെ കയ്യിൽ പാസ്പോർട്ടും മറ്റും ഏൽപ്പിച്ചു. ഹംസയോട് സ്നേഹമുണ്ടായിരുന്ന യലീന അവന്റെ കൈവിടാൻ ഒന്ന് മടിച്ചിരുന്നു. പിന്നാലെ ഹംസ അവിടെ നിന്ന് പുറപ്പെട്ടു. ഹംസ പോയതിന് പിന്നാലെ ഒമറും സംഘവും ഹംസയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറുകയും വീട് ഹൈജാക്ക് ചെയ്യുകയും ചെയ്തു. ഹംസയുടെ മകനെ അവർ ബന്ദിയാക്കി. പിന്നാലെ യലീനയെത്തി ആ കാഴ്ച കണ്ടു. ഒമർ ഹംസയുടെ മകനെ തോക്കിൻ മുനയിൽ നിർത്തി യലീനയോട് ഹംസ ഒരു ഇന്ത്യൻ ഏജന്റാണോ എന്ന കാര്യത്തെപ്പറ്റി ചോദിച്ചു. തന്റെ മകന്റെ ജീവന് മുമ്പിൽ അതേ എന്ന് പറഞ്ഞ് കരഞ്ഞു നിൽക്കാനേ യലീനയ്ക്ക് സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഒമർ തന്റെ സംശയം ഉറപ്പിക്കുകയും ചെയ്തു. ഇതേ സമയം മറുവശത്ത് മുരീദ് ഗേയിൽ വെച്ച് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ അത്തീഫ് അഹമ്മദ് കൊല്ലപ്പെട്ട വാർത്ത വരികയായിരുന്നു. ആ നിമിഷം തന്നെ ടാസ്ക് ഫോഴ്സ് മേധാവി ഒമർ മേജർ ഇക്ബാലിനെ വിളിച്ചു. ഹംസ ഒരു ഇന്ത്യൻ ചാരനാണ് എന്ന വിവരം കൈമാറി. തനിക്ക് ചതിപറ്റിയ വിവരം ഇക്ബാലിനെ വല്ലാതെ ചുടിപ്പിച്ചിരുന്നു. ഇക്ബാൽ വീട്ടിലെത്തുമ്പോ ദേഷ്യത്തിൽ നിന്ന് ആകെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. പതിവ് പോലെ ഇക്ബാലിനെ കണ്ടതും അവന്റെ അച്ഛൻ കളിയാക്കലും പരിഹാസവുമായി മുന്നിലെത്തി. പക്ഷേ എല്ലാം കൊണ്ടും നിയന്ത്രണം വിട്ടിരുന്ന ഇക്ബാല് അച്ഛൻ ബാത്ടബിൽ കുളിക്കാനിരിക്കുമ്പോ അങ്ങോട്ടേക്ക് എത്തി ദേഷ്യം കൊണ്ട് തന്റെ പിതാവിനെ തന്നെ മുക്കിക്കൊന്നു. ഇന്ത്യയിൽ അത്തീഫ് കൊല്ലപ്പെട്ടതും ഹംസ ഒരു ചാരനായിരുന്നു എന്നതും ഇക്ബാലിനെ ഭ്രാന്ത് പിടിപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഇക്ബാല് അവസാന യുദ്ധത്തിന് തയ്യാറെടുത്തു. സ്വന്തം തലമുടി മുറിച്ചു കളഞ്ഞ് ഹംസയെ കൊല്ലുമെന്നവൻ ശപഥം ചെയ്തു. അടുത്ത ദിവസം ഇന്ത്യയിലേക്ക് അയക്കാനുള്ള 40 മുതൽ 50 ഭീകരർക്കുള്ള ആയുധവുമായി ഹംസ മുരീദ് ഗേയിലെത്തി. ആയുധങ്ങൾ കൈമാറുന്നതിനിടയിൽ ഇക്ബാൽ അവിടുത്തെ വാതിലുകൾ പൂട്ടുന്നുണ്ടായിരുന്നു. ഹംസ ആ കേന്ദ്രത്തിന്റെ അകത്ത് പെട്ടു. ആയുധങ്ങൾ ആ കേന്ദ്രത്തിന്റെ ബേസ്മെന്റിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തിരുന്നു. അവർ അവിടെ വട്ടം കൂടിയിരിക്കുമ്പോ ഹംസ ഒരു ഇന്ത്യൻ ചാരനാണെന്ന് തനിക്കറിയാമെന്ന് ഇക്ബാൽ അവിടെ വെച്ച് പ്രഖ്യാപിച്ചു. ഉടനെ അവിടെ ഒരു ഏറ്റുമുട്ടൽ ആരംഭിക്കുകയാണ്. പിന്നിലൂടെ വന്ന് ഹംസയെ കൊത്തിയിട്ടായിരുന്നു ഇക്ബാൽ അത് പറഞ്ഞതും. പക്ഷേ ഹംസ മറ്റൊരു പ്ലാനോടുകൂടിയായിരുന്നു അവിടെ എത്തിയിരുന്നത്. താഴേക്ക് കൊണ്ടുപോയ ബേസ്മെന്റിൽ വെച്ച ആയുധങ്ങൾക്കിടയിൽ അവൻ ബോംബൊളിപ്പിച്ചിരുന്നു. മാത്രമല്ല ബലോച്ച് നേതാവിന് ഇക്ബാലിനെയും മറ്റും വകവരുത്താൻ വേണ്ട സഹായം വാഗ്ദാനം ചെയ്തിരുന്ന ഹംസ താൻ പറയുന്ന സമയത്ത് അവിടെ എത്തി ആക്രമണം നടത്താൻ അവർക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു. അവിടുത്തെ റേഞ്ചേഴ്സിന്റെ വേഷത്തിൽ അങ്ങോട്ടേക്ക് എത്താനായിരുന്നു ബലോച്ച് നേതാവിനോട് പറഞ്ഞിരുന്നത്. ആ രീതിയിൽ ബലോച്ച് സൈന്യം അവിടെ എത്തി. ലഷ്കർ എ തൈബ ഭീകരവാദികളും റേഞ്ചേഴ്സും തമ്മിൽ നടക്കുന്ന ഏറ്റുമുട്ടലാണതെന്ന് വരുത്തി തീർക്കാനായിരുന്നു ആ വേഷം ധരിക്കാൻ ഹംസ അവരോട് ആവശ്യപ്പെട്ടിരുന്നത്. വൈകാതെ ശക്തമായ ഏറ്റുമുട്ടൽ ആരംഭിച്ചു. ബേസ്മെന്റിലെ ബോംബ് പൊട്ടി
പൊട്ടി ഭീകരവാദികൾ ഒന്നടങ്കം കൊല്ലപ്പെട്ടു. റിസ്വാൻ പുറത്തുനിന്ന് ബലൂച്ച് സൈന്യത്തിനൊപ്പം ചേർന്ന് നിന്ന് അവിടുണ്ടായിരുന്ന ഭീകരന്മാർക്കെതിരെ വെടിയുതിർക്കാൻ തുടങ്ങി. ISIക്കാരെയും കൊന്നു തള്ളിക്കൊണ്ടേയിരുന്നു. ഇതേസമയം കെട്ടിടത്തിനകത്ത് ഹംസയും ഇക്ബാലും തമ്മിൽ അതിശക്തമായ കയ്യാങ്കളി നടക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ഹംസയെ അടിച്ചിട്ട് ഇക്ബാല് പുറത്തേക്കൂടി. ഇക്ബാലിനെ കൊല്ലുവാൻ ഹംസ പിന്നാലെയോടി ചെന്നു. ആ ഓട്ടം അവസാനിച്ചത് ഒരു കപ്പൽ തുറയിലായിരുന്നു. അവിടെ വെച്ചും ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നു. ഇക്ബാല് ചങ്ങലകളും ആയുധവും ഉപയോഗിച്ച് ഹംസയെ മർദ്ദിക്കുകയും വരിഞ്ഞുമുറുക്കുകയും ഇന്ത്യയെയും ഇന്ത്യൻ സ്ത്രീകളെയും അങ്ങേയറ്റം മോശമായ വാക്കുകളിൽ സംസാരിച്ച് അധിക്ഷേപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവന്റെ പുഴുത്ത വാക്കുകൾ കേട്ടത് ഹംസയെ വല്ലാതെ പ്രകോപിപ്പിച്ചു. ചങ്ങല കൊണ്ട് അത്രമേൽ മുറുക്കി പിടിച്ചിരുന്നെങ്കിലും ആ കെട്ടുകളിൽ നിന്ന് രക്ഷപ്പെട്ടവൻ ഇക്ബാലിനെ കടന്നാക്രമിച്ചു. ഇക്ബാല് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അവനെ ബന്ദിയാക്കിയിരുന്ന ഉപദ്രവിച്ചിരുന്ന അതേ ചങ്ങലയിൽ വളഞ്ഞ ഏറെ മൂർച്ചയേറിയ കടാര ഘടിപ്പിച്ച് അവൻ മേജർ ഇക്ബാലിന്റെ കാലുകൾ വെട്ടിമാറ്റി. ചോര വാർന്ന ഇക്ബാലിനെ വലിച്ചിഴച്ച് ഒരു മണ്ണെണ്ണ ടാങ്കറിനടുത്തേക്ക് അവൻ കൊണ്ടുപോയി. പിന്നാലെ അതിനുള്ളിലേക്ക് തള്ളി ഹംസ ആ ടാങ്കറിന് തീയിട്ടു. അതിനകത്തുണ്ടായിരുന്ന ഇക്ബാൽ തൽക്ഷണം മരിച്ചു. പിന്നാലെ ഹംസ ഒരിടത്ത് പോയിരുന്നു. അവിടെ നിന്നും അവസാനമായെന്ന പോലെ എലീനയൊന്ന് കോൾ ചെയ്തു. താൻ ഇപ്പോഴും ജീവനോടെയുണ്ട് എന്ന കാര്യം പറഞ്ഞു. കൂട്ടത്തിൽ തന്റെ യഥാർത്ഥ പേരും. അവൾ സ്നേഹത്തോടെ അവനെ ആ പേര് വിളിച്ചു, ജസ്കിറാത്ത് സിംഗ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ടാസ്ക് ഫോഴ്സിന്റെ മേധാവി ഒമർ എത്തിച്ചേർന്നിരുന്നു. ഹംസ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പാകിസ്ഥാൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ കയ്യിൽ കിട്ടിയ ഇന്ത്യൻ ഏജന്റിനെ, ഇന്ത്യൻ സ്പൈയെ ക്രൂരമായി പീഡിപ്പിക്കാൻ ആരംഭിച്ചു. ക്രൂരത എന്ന് പറഞ്ഞാൽ അത്രമേൽ ക്രൂരതയാണ് അവർ ഹംസയോട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് അവിടുത്തെ ഉദ്യോഗസ്ഥന് അജയ് സന്യാലിന്റെ കോൾ വരുന്നത്. ഹംസയുടൻ വിട്ടയക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ ആ IP ചീഫ് അതിന് വഴങ്ങുന്നുണ്ടായിരുന്നില്ല. ഈ വിവരം പുറത്തറിയിച്ചിന്ത്യയെ നാണം കെടുത്തും എന്നൊക്കെ പറഞ്ഞ അയാൾ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഉടൻ അജയ് സന്യാൽ തന്റെ അവസാന അടവ് പുറത്തെടുത്തു. IB ചീഫ് പാകിസ്ഥാന്റെ ആണവ രഹസ്യങ്ങൾ ഇസ്രായേലിന് കൈമാറുന്ന കുറച്ച് രഹസ്യ ദൃശ്യങ്ങൾ സന്യാലിന്റെ പക്കലുണ്ടായിരുന്നു. അജയ് സന്യാൽ അത് അയാൾക്ക് അയച്ചു നൽകി. ഇത് പുറത്തറിഞ്ഞ നിന്റെ നാട്ടുകാർ തന്നെ നിന്നെ ഓടിച്ചിട്ട് കൊല്ലും, നിന്റെ കുടുംബത്തെയും വകവരുത്തും എന്ന് അജയ് സന്യാൽ പറഞ്ഞു. അതോടെ ആ IP ഉദ്യോഗസ്ഥൻ നിന്ന് വിറച്ചു. ഹംസയെ ഉപദ്രവിക്കുന്നത് നിർത്തുവാൻ അയാൾ ഉദ്യോഗസ്ഥരോട് ഉത്തരവിട്ടു. പിന്നാലെ അവരെ പുറത്താക്കി. പ്രശ്നമില്ലാതിരിക്കണമെങ്കിൽ ഹംസയെ സുരക്ഷിതമായി മാർഗല്ല ഹിൽസിൽ എത്തിക്കാൻ അജയ് സന്യാൽ നിർബന്ധിച്ചു. അതിന് അയാൾ നിർബന്ധിതനാവുകയും ചെയ്തു. ജനങ്ങളോട് എന്തു പറയുമെന്ന് ചോദിച്ചപ്പോ ഹംസ തന്നെയായിരുന്നു അയാൾക്ക് വഴി പറഞ്ഞു കൊടുത്തത്. ഹംസക്ക് പകരം ഉസൈർ ബലൂച്ചിനെ ഇന്ത്യൻ ചാരനായി പ്രഖ്യാപിക്കണം, അവനെ കൊല്ലുകയും വേണം. അതിനാണ് ഉസൈറിനെ ഇതുവരെ ജയിലിൽ കിടത്തിയത് എന്നായിരുന്നു ഹംസ വിശദീകരിച്ചത്. അങ്ങനെയൊടുവിൽ മാർഗല്ല ഹിൽസിൽ IBയുടെ കാറിൽ നിന്ന് ഹംസയെ അവർ ഇറക്കി വിട്ടു. അവിടെ കുറച്ചു കഴിഞ്ഞതും മറ്റൊരു കാർ എത്തി. അവന് മുമ്പിൽ ഡോറ് തുറന്നു. ഹംസ നേരെ കഷ്ടപ്പെട്ട് നടന്നു ചെന്ന് അതിനകത്തേക്ക് കയറി. പക്ഷെ ആ കാറിനകത്തുണ്ടായിരുന്ന വ്യക്തിയെ കണ്ടതും ഹംസ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. അതിൽ ഇരുന്നിരുന്നത് ജമീൽ ജമാലിയായിരുന്നു. അവിടെ വെച്ചാണ് ഒരു വലിയ രഹസ്യം വെളിപ്പെടുന്നത്. ജമീൽ ജമാലിയും കഴിഞ്ഞ 45 വർഷമായി പാകിസ്ഥാനിൽ നുഴഞ്ഞുകയറി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ ചാരനാണ്. പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ സ്വാധീനമുണ്ടാക്കുക എന്ന നിർദ്ദേശത്തോടെയായിരുന്നു അദ്ദേഹം പാകിസ്ഥാനിലേക്ക് അയക്കപ്പെട്ടത്. അങ്ങനെ രഹസ്യമായി പാകിസ്ഥാനിലെത്തിയ ഇന്ത്യൻ വിമാനത്തിന്റെ അടുത്തേക്ക് ജമീൽ ജമാലി ഹംസയെ എത്തിച്ചു. പോകുന്നതിനു മുമ്പ് ഹംസ തന്റെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോയിൽ എലീനയെയും മകനെയും നോക്കി, അവരെ മറക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്നായിരുന്നു ജമാലി ഹംസയോട് പറഞ്ഞത്. ആ സമയം എല്ലാത്തിന്റെയും തലതൊട്ടപ്പൻ ദാവൂദിനെ കൊല്ലാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വിഷമം ഹംസ ജമാലിയോട് പങ്കുവെച്ചു. ജമാലി ആ സമയം തന്റെ കയ്യിലുള്ള ഫോട്ടോസും മറ്റും കാണിച്ചു. ഒരു ആഘോഷം. ആ ആഘോഷത്തിൽ ജമാലി ഉണ്ടായിരുന്നു. അന്ന് ദാവൂദിന് ഷെയ്ക്കാൻഡ് കൊടുക്കുമ്പോ ജമാലി രഹസ്യമായി ഹംസ കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്ന അതേ വിഷം ദാവൂദിന്റെ ശരീരത്തിൽ സ്പർശിച്ചിരുന്നു. അതിൽ പിന്നെയാണ് അയാൾ ആരോഗ്യം തകർന്ന് ഈ ഒരു അവസ്ഥയിലെത്തിയത്. സ്ലോ പോയിസൺ ദാവൂദിന്റെ ശരീരം തളർത്തി അയാളെ രോഗബാധിതനാക്കിയിരിക്കുന്നു. അത് കണ്ടതും ഹംസയ്ക്ക് ആശ്വാസം തോന്നി. താനെന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നോ അത് ജമാലി നടപ്പിലാക്കിയിരിക്കുന്നു. അങ്ങനെ ഹംസ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. അവൻ കുളിച്ച് വൃത്തിയായി അജയ് സന്യാലിനെ കണ്ടു. കുറച്ച് വിശ്രമിക്കാൻ സന്യാൽ അവനോട് പറഞ്ഞു. ഹംസ അഥവാ ജസ്കിറാത്ത് എലീനയുടെയും കുഞ്ഞിന്റെയും ഫോട്ടോകൾ കത്തിച്ചു കളഞ്ഞു. ഹംസ അലി മസാരി എന്ന അവന്റെ ഐഡന്റിറ്റി എന്നേക്കുമായി വീണ്ടും ഇല്ലാതായി. അവൻ വീണ്ടും ജസ്കിറാത്ത് സിംഗ് റംഗിയായി മാറി. ആ സമയത്താണ് അവൻ തന്റെ വീടിനെ കുറിച്ച് ഓർക്കുന്നത്. ആരോടും പറയാതെ അവൻ തന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു. ഒടുവിൽ ഗ്രാമത്തിലെത്തി കുറച്ചകലെ നിന്ന് തന്റെ വീട് കണ്ടു. വീടിനകത്ത് തന്റെ
തന്റെ അമ്മയെയും സഹോദരിയെയും അവളുടെ 2 കുട്ടികളെയും നോക്കിക്കണ്ടു. അവർ തങ്ങളുടെ ജീവിതവുമായി പൊരുത്തപ്പെട്ടെന്നും സന്തോഷത്തോടെ കഴിയുകയാണെന്നും അവൻ തിരിച്ചറിഞ്ഞു. താൻ അവരുടെ അടുത്തേക്ക് ചെന്നാൽ തന്റെ ജീവിതം വീണ്ടും അവർക്ക് ഭീഷണിയാകുമോ എന്നവൻ ഭയന്നു. മാത്രമല്ല അവരുടെ ജീവിതത്തിൽ താൻ ഇനി ഒരു അധിക പറ്റാവരുത് എന്നും അവന് തോന്നി കാണണം. അതുകൊണ്ട് തന്നെ അവൻ അവരുടെ അടുത്തേക്ക് ചെല്ലാതെ അവിടെ നിന്ന് തന്റെ അടുത്ത ലക്ഷ്യങ്ങളിലേക്കായി തിരികെ മടങ്ങി. ചലച്ചിത്രം അവിടെ അവസാനിക്കുകയാണ്. എൻ ക്രെഡിറ്റ്സിൽ 2 കാര്യങ്ങൾ കൂടി കാണിച്ചു പോകുന്നുണ്ട്. 2002 ജസ്കിരാജ് സിംഗ് റംഗിയായിരുന്ന അവനെ ഹംസ അലി മസാരിയാക്കാൻ ഇന്ത്യൻ ഗവൺമെന്റ് കൊടുത്ത ട്രെയിനിങ് ആയിരുന്നു അത്. അത്രമേൽ തീവ്രമായ ട്രെയിനിങ്. മറ്റൊന്ന്, ഹംസ രക്ഷപ്പെട്ട വിവരമറിഞ്ഞ ഉമർ IB ഉദ്യോഗസ്ഥനോട് പ്രശ്നമുണ്ടാക്കാൻ ചെന്നെങ്കിലും IB ഉദ്യോഗസ്ഥൻ ഉമറിനെ ഭ്രാന്താശുപത്രിയിൽ അടയ്ക്കുവാൻ നിർദ്ദേശിച്ചു. എന്തായാലും ഇന്ത്യയുടെ പ്രൊജക്ട് ദുരന്തർ വലിയൊരു വിജയമായി മാറിയിരുന്നു. രാജ്യത്തിനായി പലരും ചെയ്ത ത്യാഗങ്ങളുടെയും പരിശ്രമങ്ങളുടെയും കഥയാണിത്. സാക്രിഫൈസ് ഈസ് ദ ഹൈയസ്റ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞുവെച്ച് കഥ പൂർണ്ണമായി അവസാനിക്കുന്നു. നിങ്ങൾക്ക് ദുരന്തർ 2 എന്ന ഈ ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.